ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരും ട്രിപ്പൊക്കെ പോയോ? ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ ഒരു ഓൺ വോയിസ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്നവരാണോ? ഇപ്പോൾ കാണുന്നത് നമ്മുടെ കുഞ്ഞു പൂന്തോട്ടമാണ്. ഇവിടെ ചെടികളും പൂക്കളും നോക്കി നടത്തുന്നത് ഉമ്മയാണ്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്ന പോലെ എവിടെ ചെന്നാലും ഉമ്മാൻ്റെ കണ്ണ് ചെടിയിലാണ്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ചെടി ചോദിച്ചു വാങ്ങി അത് നട്ട് അതിലൊരു പൂ ഉണ്ടാകുന്നത് വരെ ഉമ്മാക്ക് സമാധാനം ഉണ്ടാവില്ല. ഇന്നിവിടെ എല്ലാവരും ഉണ്ട്. വീട്ടിലെല്ലാവരും ഒത്തുചേരുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയും കളിത്തമാശകൾ പറഞ്ഞും ഈ സമയം ഞങ്ങൾ ആനന്ദകരമാക്കാറുണ്ട്. പലരും പല രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിൽ. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കിയ ഫുഡിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫുഡിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് എന്നിവ നന്നായി കഴുകിയ ശേഷം അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് മാഗി ക്യൂബ്, മന്തി മസാല, മല്ലിച്ചപ്പ്, അല്പം റെഡ് കളർ എന്നിവ ചേർത്ത് വീണ്ടും നന്നായി അരച്ചെടുക്കുക. കഴുകി വെച്ച ചിക്കനിലേക്ക് അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ഇനി നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ച മസാല ചിക്കനിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാല ചിക്കനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി 1-2 മണിക്കൂർ മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ എണ്ണയിൽ പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, പകരം ഓവനിൽ തയ്യാറാക്കുകയാണ്. നേരത്തെ മസാല മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഓവനിലെ പാത്രത്തിൽ ഓരോന്നായി സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓവനിലേക്ക് മാറ്റാം. നമ്മളുടെ ചിക്കൻ നമ്മൾ 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാലയുടെ നല്ലൊരു സ്മെല്ലെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്കിത് ഗ്രില്ലിലേക്ക് വെച്ചിട്ട് ഓവനിലോട്ട് വെച്ചിട്ട് ടൈമെല്ലാം സെറ്റ് ചെയ്ത് ഹാഫ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ ഹാഫ് വേവായിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഹാഫ് വേവായ ചിക്കൻ പുറത്തോട്ട് എടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ സോസ് ഇതിലേക്ക് ചേർക്കാം. ഈ സോസ് ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി വർദ്ധിക്കും. സോസ് ചിക്കനിൽ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് ഓവനിലോട്ട് തന്നെ വെക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടി വെന്താൽ മതിയാവും. നമ്മുടെ ചിക്കൻ റെഡിയായി. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ റൈസ് റെഡിയാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം.
അതിലേക്ക് മസാല ചേർക്കാം. പട്ട, കറുവാമ്പൂ, മല്ലി, കുരുമുളക്, ഒരു ഉണക്ക നാരങ്ങ. ആവശ്യമായ കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കുന്നത് ഇതിൽ റൈസിന് ടേസ്റ്റ് കൂടും. ഇനി ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഇവിടെ ഞങ്ങൾ ഒരു ടൊമാറ്റോ ആണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ഇനി ഈ ടൊമാറ്റോ അരച്ച് ചേർത്തതിൻ്റെയും ഈ മസാലയുടെ എല്ലാം ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് പാത്രം ഒന്ന് അടച്ച് വെക്കാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഈ അരി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അരി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. കനം കുറച്ചരിയാം. എന്നിട്ട് ഈ അരിയിലേക്ക്, വെന്ത് വരുന്ന അരിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർക്കാം. ഈ ചെറുനാരങ്ങ ചേർക്കുന്നതിലൂടെ നമ്മുടെ അരിക്ക് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ്. നമ്മൾ അരി 3/4 വേവായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അരി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കളർ ചേർക്കാം. കളറ് നിർബന്ധമല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്കിതിലേക്ക് പച്ചമുളക് കുത്തിവെക്കാം. നമ്മളിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡ് ആൻഡ് യെല്ലോ കളർ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളർഫുൾ റൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയായ റൈസാണ്. നിങ്ങളിത് ട്രൈ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്